കാൽപന്ത് കളിക്ക് പേര് കേട്ട ബ്രസീൽ, ആ ബ്രസീലിന് മറ്റൊരു മുഖമുണ്ടായിരുന്നു. ഗ്യാങ് വാർസ്, സ്ട്രീറ്റ് വയലൻസ്, ഡ്രഗ്സ്, ക്രൈംസ് ഇതൊക്കെ നോർമലായിരുന്നൊരു കാലം. പക്ഷേ ഒരൊറ്റ നെയിം ഹെഡ്ലൈൻസിനെ തന്നെ മാറ്റിമറിച്ചു. പെഡ്രീനോ മാറ്റഡോർ, ബ്രസീൽസ് മോസ്റ്റ് ഫിയേർഡ് ആൻഡ് സ്ട്രേഞ്ച്ലി മോസ്റ്റ് സപ്പോർട്ടഡ് സീരിയൽ കില്ലർ. കെൻ യു ഗെസ് ദ റീസൺ? അയാൾ കൊന്നത് മുഴുവൻ ക്രിമിനൽസിനെയായിരുന്നു. 1954 മിനാസ് ജെറായ്സ് എന്ന ഗ്രാമത്തിലായിരുന്നു പെഡ്രോ റോഡ്രിഗസ് ഫിലിയുടെ ജനനം. അമ്മയുടെ ഗർഭത്തിലായിരിക്കെ തന്നെ അച്ഛൻ്റെ അതിക്രൂരമായ മർദ്ദനമേറ്റതിനാൽ ഹി വാസ് ബോൺ വിത്ത് സ്കൾ ഫ്രാക്ചർ ആൻഡ് ബ്രെയിൻ ഇഞ്ചുറീസ്. ഹിസ് ചൈൽഡ്ഹുഡ് വാസ് നോട്ട് ദാറ്റ് ഈസി ലൈക്ക് എവ്രിബഡി. സ്നേഹത്തിനും കരുതലിനും പകരം ഓൾ ഹി ഗോട്ട് വാസ് വയലൻസ് ആൻഡ് പെയിൻ. പെഡ്രോയുടെ 13ാമത്തെ വയസ്സിലാണ് പെഡ്രോ അയാളുടെ ആദ്യത്തെ വയലന്റ് ആക്ട് നടത്തിയത്. ഹി വാസ് ബുളീഡ് ബൈ എ ലോട്ട് ഓഫ് ഹിസ് ഫെല്ലോ ബോയ്സ്. തന്നെ ഉപദ്രവിച്ച ഒരു പയ്യനെ, പെഡ്രോയുടെ കസിനായിരുന്നു, അവൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമീപത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഷുഗർ ക്രെയിൻ ഗ്രൈൻഡിങ് മെഷീനിലേക്ക് തള്ളിയിട്ടു. അന്ന് ആ ദിവസം അവനെ തന്നെ വിശ്വസിപ്പിച്ചു, വയലൻസ് ഷുഡ് ബി റെസ്പോണ്ടഡ് വിത്ത് വയലൻസ്. അതായിരുന്നു പെഡ്രോയുടെ ആദ്യത്തെ വയലന്റ് ആക്ട്. ഒരു വർഷം കഴിഞ്ഞ്, അതായത് 14ാം വയസ്സിൽ അവൻ്റെ ആദ്യത്തെ കൊലപാതകം ചെയ്തു. പെഡ്രോയുടെ അച്ഛനെ ഇല്ലീഗൽ അക്യൂസിഷൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ലോക്കൽ ഡെപ്യൂട്ടി മേയറിനെ അദ്ദേഹം ടൗൺ ഹാളിൽ മീറ്റിംഗിലിരിക്കവേ ടൗൺ ഹാളിലേക്ക് ചെന്ന് പോയിന്റ് ബ്ലാങ്കിൽ സിംഗിൾ ഷോട്ടിൽ കൊലപ്പെടുത്തിയായിരുന്നു പെഡ്രോയുടെ ആദ്യത്തെ കൊലപാതകം. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടാൻ ശരിക്കും കാരണം ആ ഡെപ്യൂട്ടി മേയറല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡാണെന്ന് അറിഞ്ഞ പെഡ്രോ അവനെയും വെറുതെ വിട്ടില്ല. ആ സെക്യൂരിറ്റി ഗാർഡിനെയും പെഡ്രോ കൊല ചെയ്തു. അതായത് 14 years he did 2 murders. എന്നാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ പെഡ്രോ സാവോ പോളോ എന്ന നഗരത്തിലേക്ക് കടന്നു കളഞ്ഞു. സാവോ പോളോയിൽ പെഡ്രോവിനെ കാത്തിരുന്നത് ഇതിലും വലിയൊരു ലോകമായിരുന്നു, കുറ്റകൃത്യങ്ങളുടെ പുതിയൊരു ലോകമായിരുന്നു. അവിടെ ലിറ്റിൽ പെഡ്രോ എന്ന സീരിയൽ കില്ലർ ഉരുവാക്കപ്പെടുകയായിരുന്നു. ആൻഡ് slowly Brazil started to call him Pedrinho Matador, the little Pedro, a criminal who kills criminals. 4 വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ മാരിയ ഒളിമ്പിയോ എന്ന യുവതിയുമായി പെഡ്രോ പ്രണയത്തിലാവുകയും മാരിയോ ഗർഭിണിയാവുകയും ചെയ്തു. That is when the killer Pedro started to change his life. He wanted to live for his love and his child. അതിനുവേണ്ടി അയാളുടെ കൊലയാളിയെ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഗർഭിണിയായിരുന്ന മാരിയയെ ഒരു റൈവൽ ഗ്യാങ് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. തൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഇനിയും കാണാത്ത കുഞ്ഞിൻ്റെയും മരണം പെഡ്രോയെ നേരത്തെങ്കിലും അതിക്രൂരനായൊരു മനുഷ്യനാക്കി മാറ്റുകയായിരുന്നു. പൂർണ്ണമായും ഒരു മൃഗമായി അയാൾ മാറിയിരുന്നു. റൈവൽ ഗ്യാങ്ങിലെ ഓരോരുത്തരെയായി തിരഞ്ഞു കണ്ടുപിടിച്ച് കൊലപ്പെടുത്തി തൻ്റെ പ്രതികാരം വീട്ടി. തൻ്റെ ഭാര്യയുടെയും തൻ്റെ ജനിക്കാത്ത കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ പ്രതികാരം വളരെ അതിക്രൂരമായാണ് വീട്ടിയത്. 18ാം വയസ്സാകുമ്പോഴത്തേക്കും പെഡ്രോ ഏകദേശം 30 കൊലപാതകങ്ങളാണ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഫൈനലി പോലീസ് കോട്ട് ഹിം. അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ജയിൽ വാർഡൻ പെഡ്രോയ്ക്ക് ഒരു ഉപദേശം കൊടുത്തു. നീ കണ്ട ലോകമല്ല, നീ കണ്ടതിനേക്കാൾ അതിക്രൂരമായ ക്രിമിനലുകളുടെ ലോകത്തിലാണ് നീ പോകുന്നത്, സൂക്ഷിക്കണം. എന്നാൽ പെഡ്രോയുടെ റിയാക്ഷൻ കാം ആൻഡ് കൂൾഡായിരുന്നു. വളരെ ശാന്തമായൊരു ചെറു ചിരിയോട് പെഡ്രോ മറുപടി പറഞ്ഞു, ദേ ഷുഡ് ബി അഫ്രേഡ് ഓഫ് മീ. അവരെന്നെയാണ് ഭയക്കേണ്ടത്. സാവോ പോളോ ജയിൽ പെഡ്രോയ്ക്കൊരു പ്ലേ ഗ്രൗണ്ട് പോലെയായിരുന്നു. കുറ്റവാളികളെ ഒന്നൊന്നായി പെഡ്രോ കൊലപ്പെടുത്തി. റേപ്പിസ്റ്റ്, ഡ്രഗ് ഡീലേഴ്സ്, ചൈൽഡ് അബ്യൂസേഴ്സ് ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് പെഡ്രോ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 42 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം പെഡ്രോ ജയിൽ മോചനായി ഇറങ്ങുമ്പോൾ, ദാറ്റ് ഈസ് ബ്ലഡി 42 years, ജയിൽ മോചനായി ഇറങ്ങുമ്പോഴത്തേക്ക് പെഡ്രോ ഒരു പുതിയ മനുഷ്യനായിരുന്നു. പെഡ്രോ അന്ന് പറഞ്ഞത്, ഐ ആം ഡൺ വിത്ത് ദ കില്ലിങ്സ്, ഐ ഡോണ്ട് വാണ്ട് ടു കിൽ എനിമോർ. ആൻഡ് ദെൻ ഹി ഈവൻ സ്റ്റാർട്ടഡ് an YouTube channel to explain criminal psychology, where he was giving warnings to the youth about how these crimes are being done. ഇതിനെതിരെയുള്ള വാർണിംഗ് കൊടുക്കുകയായിരുന്നു പെഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. ബ്രസീൽ, ദ എൻറ്റയർ ബ്രസീൽ
The medias, everyone was shocked because once a serial killer, now a crime educator. Unbelievable, right? But that was the truth. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പെഡ്രോ 2023 മാർച്ച് 5 തീയതിയായിരുന്നു അവസാന ദിവസം. കാറിൽ വന്ന ഒരു സംഘം പെഡ്രോയെ വെടിവെച്ച് വീഴ്ത്തി. പഴയ ഏതോ റൈവൽറി ഗ്യാങ് ആയിരുന്നു. താഴെ വീണ പെഡ്രോയെ സംഘത്തിലെ ഒരാൾ കഴുത്തറുത്ത് മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അപ്രത്യക്ഷമായത്. So just like once Pedro said, a man who lives by violence will die by violence.